വലിയ രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അത്ര എളുപ്പമല്ല, പ്രായോഗികമായിട്ടുള്ള ഒന്നല്ല. വലിയ യുദ്ധങ്ങൾ ചെയ്യാൻ രാജ്യങ്ങൾക്ക് തീരെ താല്പര്യമില്ല. ഇത് വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയും സമ്മർദ്ദവും ഉണ്ടാക്കും. സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യം പറയുകയും വേണ്ട. അമേരിക്ക അതുകൊണ്ട് തന്നെ ഇറാനിൽ വലിയ സാഹസത്തിന് മുതിരുമെന്ന് കരുതുന്നില്ല. ഇപ്പോൾ ട്രംപിന് എങ്ങനെയെങ്കിലും തടി ഊരിയാ മതി എന്നുള്ള ഒരു അവസ്ഥയിലാണ്. ഇറാനെ ഞങ്ങളങ്ങ് തീർത്ത് കളഞ്ഞു, ഇനി ഇറാന്റെ കയ്യിൽ ഒന്നുമില്ല എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇറാനെ സംബന്ധിച്ചും യുദ്ധം നീട്ടിക്കൊണ്ടു പോകണമെന്ന ആഗ്രഹം അവർക്കുമില്ല. കാരണം ഇറാന്റെ പരിമിതികളെക്കുറിച്ച് ഇറാന് നന്നായിട്ട് അറിയാം. പക്ഷെ എന്നിരുന്നാലും പെട്ടെന്ന് ഇത് അവസാനിക്കുമോ എന്നത് കണ്ടു തന്നെ അറിയണം. ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇറാനിലെ ഭരണകൂടത്തെ മാറ്റാതെ ഈ യുദ്ധം അവസാനിപ്പിച്ചത് കൊണ്ട് ഇസ്രയേലിന് എന്തെങ്കിലും ഒരു നേട്ടമുള്ളതായി കരുതുന്നില്ല. താൽക്കാലിക ആശ്വാസം കിട്ടുമെന്നല്ലാതെ. ഇസ്രയേൽ ആഗ്രഹിക്കുന്നത് ഇറാൻ ഇനി ഒരിക്കലും ആണവായുധം ഉണ്ടാക്കരുത്. ഇറാനിൽ ഇസ്രയേൽ അമേരിക്കൻ പക്ഷ നിലപാടുള്ള ഒരു ഭരണകൂടം അധികാരത്തിൽ വരണം. എന്തായാലും ഇത് രണ്ടും ഇതുവരെയും സംഭവിച്ചിട്ടില്ല. ട്രംപാണ് ഇതിനകത്ത് പെട്ടുപോയത് എന്ന് തോന്നുന്നു. ഇതിനിടയിൽ മറ്റു ചില സംഭവങ്ങളുണ്ടായി. ഒന്ന്, പാകിസ്ഥാൻ ഇറാനെ വഞ്ചിച്ചുകൊണ്ട്, ഇറാനെ ചതിച്ചുകൊണ്ട് അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾക്ക് പിന്തുണ നൽകാമെന്ന് രഹസ്യമായി അറിയിച്ചു എന്ന റിപ്പോർട്ടുകൾ വന്നതാണ് ഇതിൽ ഒന്നാമത്തേത്. എല്ലായ്പ്പോഴും ഇസ്ലാമിക ലോകത്തിന്റെ രക്ഷകരാണ് തങ്ങളെന്ന് പറയുകയും പിന്നാമ്പുറത്ത് കൂടി സമൂഹത്തെ ഒറ്റുകൊടുക്കുകയും ചെയ്യുന്ന പരിപാടിയാണല്ലോ പാകിസ്ഥാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും അതിന് വലിയ മാറ്റമൊന്നുമില്ല. അമേരിക്കൻ സൈന്യവും അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടവും നേരത്തെ താല്പര്യപ്പെട്ടത് പാകിസ്ഥാൻ വഴി ഇറാൻ അതിർത്തിയിലൂടെ ഒരു സൈനിക നീക്കത്തിനായിരുന്നു. പാകിസ്ഥാൻ പട്ടാളവും ഭരണകൂടവും ആദ്യം ഒരു എതിർപ്പ് കാണിച്ചുവെങ്കിലും അമേരിക്കയുടെ അടുത്തുനിന്ന് നല്ല ഓഫർ കിട്ടിയപ്പോൾ അതിന് സമ്മതിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് ഈ കാര്യങ്ങൾ ഇറാൻ എങ്ങനെയോ അറിയുകയാണ്. ഏതെങ്കിലും രാജ്യത്തിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് വഴിയോ ഏതൊക്കെയോ മാർഗങ്ങളിലൂടെ കൃത്യമായിട്ട് ഇറാൻ ഈ കാര്യങ്ങൾ അറിഞ്ഞു. ഇറാന്റെ ഭാഗത്തു നിന്ന് ശക്തമായൊരു പ്രതികരണമുണ്ടായി. തങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏതെങ്കിലും ഒരു രാജ്യം അമേരിക്കയെ സഹായിക്കരുത്, ഇത് ഞങ്ങളുടെ കർശന മുന്നറിയിപ്പാണ്. ഏതെങ്കിലും തരത്തിൽ ഞങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യം അമേരിക്കയെ സൈനിക നീക്കത്തിന് സഹായിക്കുകയാണെങ്കിൽ ആ രാജ്യവുമായിട്ട് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ബന്ധങ്ങളും എന്നേക്കുമായി അവസാനിക്കുമെന്നും ശക്തമായ പ്രത്യാക്രമണങ്ങളും പ്രതികരണങ്ങളും നേരിടേണ്ടി വരുമെന്നും അത് തങ്ങൾക്കെതിരായ യുദ്ധമായി തന്നെ തങ്ങൾ കണക്കാക്കുമെന്നും ഇറാന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ മുന്നറിയിപ്പ് ഉണ്ടായതോടെ പാകിസ്ഥാന്റെ മുട്ടിടിക്കാൻ തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി പാകിസ്ഥാന് ചുറ്റും ശത്രുക്കളായി കഴിഞ്ഞു. ഇന്ത്യയുമായി ശത്രുതയുണ്ട്, അഫ്ഗാനിസ്ഥാനുമായിട്ടുണ്ട്, ബലൂചിസ്ഥാനിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. ഇതിനിടയിൽ ഇറാനോട് കൂടി മുട്ടാനുള്ള ഒരു ശേഷി പാകിസ്ഥാൻ ഇല്ല. അമേരിക്ക പൈസയൊക്കെ കൊടുത്ത് പാകിസ്ഥാനിലെ പട്ടാളത്തെയും ഭരണകൂടത്തെയും വിലക്കെടുത്ത് പാകിസ്ഥാനിൽ കയറി അവരുടെ കാര്യം കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇറാനുമായിട്ട് യുദ്ധം തീർന്നു കഴിഞ്ഞാൽ പൊടിയും തട്ടി തിരിച്ചു പോകും. അവിടെ നഷ്ടം മുഴുവൻ പാകിസ്ഥാനാണെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവര് അമേരിക്കൻ ഭരണകൂടത്തോട് ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഒഴിവാക്കി തരാൻ പറ്റുമോ എന്ന്. എന്നാലും അമേരിക്ക ഇല്ല, പറ്റില്ല എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ അനുസരണയുള്ള നായയെ പോലെ അനുസരിക്കും. കാരണം അമേരിക്കയെ എതിർക്കാൻ ഒരിക്കലും പറ്റില്ല പാകിസ്ഥാൻ, അതൊരു വസ്തുതയാണ്. അമേരിക്കയും സൗദിയെയുമാണ് പാകിസ്ഥാൻ വളരെയധികം സാമ്പത്തികമായിട്ട് ആശ്രയിക്കുന്നത്. ഈ രണ്ടു കൂട്ടരെയും പിണക്കാൻ പാകിസ്ഥാനെ കൊണ്ട് കഴിയില്ല. അപ്പൊ അതുകൊണ്ട് എങ്ങാനും അമേരിക്കൻ ഭരണകൂടം ഒരു സൈനിക നീക്കത്തിന് തീരുമാനിച്ചാൽ അത് പാകിസ്ഥാന്റെ മണ്ണിലൂടെ തന്നെ ആയിരിക്കും. പക്ഷെ ട്രംപിന് സാമാന്യം നല്ല പേടിയുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നഷ്ടമായ 20 വർഷം അമേരിക്ക മറന്നിട്ടൊന്നുമില്ല. അതേ അവസ്ഥ ഇറാനിൽ സംഭവിക്കുമെന്ന് അമേരിക്കയുടെ എക്സ്പേർട്സ് എല്ലാം തന്നെ അമേരിക്കൻ ഭരണകൂടത്തിന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എടുത്തു ചാടി ഒരു സൈനിക നീക്കത്തിന് പോകാൻ തൽക്കാലം ട്രംപ് മുതിരില്ല എന്നാണ് വിദഗ്ധരെല്ലാം തന്നെ അഭിപ്രായപ്പെടുന്നത്. ഇതിനപ്പുറം വേറെ ചില പ്രത്യാഘാതങ്ങൾ കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹ്റൈനിൽ നിന്ന് ചില പ്രതിഷേധങ്ങളുടെ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടു കാണും. അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഭരണകൂടത്തിനെതിരായിട്ടും ഇസ്രയേലിനും അമേരിക്കയ്ക്കെതിരായിട്ടും നടക്കുന്നുണ്ട്. മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ബഹ്റൈനെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം, ഇവിടെ ഭരണം നടത്തുന്നത് സുന്നി വിഭാഗത്തിൽപ്പെട്ട അൽ ഖലീഫ രാജകുടുംബമാണെങ്കിലും ബഹ്റൈൻ എന്ന് പറയുന്ന രാജ്യത്തെ ഭൂരിപക്ഷം ജനവിഭാഗങ്ങൾ, ഏതാണ്ട് 60 മുതൽ 70% വരെ വരുന്ന ജനവിഭാഗങ്ങൾ ഷിയ ജനവിഭാഗമാണ്, അല്ലെങ്കിൽ ഷിയാക്കളാണ്. ഇപ്പോ ബഹ്റൈൻ ഭരണകൂടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭരിക്കുന്നത് സുന്നി വിഭാഗത്തിൽപ്പെട്ട രാജകുടുംബമാണ്. രാജ്യത്തിന്റെ പ്രധാന അധികാര കേന്ദ്രങ്ങളെല്ലാം സുന്നി വിഭാഗത്തിന്റെ കൈവശമാണ്. പക്ഷെ രാജ്യത്തെ ജനസംഖ്യ എന്ന് പറയുന്നത്, ഭൂരിഭാഗം തദ്ദേശവാസികളും എന്ന് പറയുന്നത് അത് ഷിയ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഷിയ വിഭാഗത്തിൽപ്പെട്ട ഇറാനെതിരെ നടക്കുന്ന യുദ്ധത്തിൽ ബഹ്റൈനിലെ ജനങ്ങൾ കടുത്ത അമർഷമാണ് അവർക്കുള്ളത്. അവരുടെ പ്രതികരണം നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭരണകൂടത്തിനെതിരായിട്ടും അമേരിക്കൻ സൈനിക
ഫെസിലിറ്റീസിനെതിരായിട്ടുമൊക്കെ ജനങ്ങൾ തിരിയുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഖമേനിയുടെ മരണം ഇവരെയൊക്കെ വല്ലാതെ ഉലച്ചിട്ടുണ്ട്. ബഹ്റൈനിൽ ഇതൊരു രാഷ്ട്രീയ പ്രതിസന്ധിയായിട്ട് മാറുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ജനസംഖ്യാപരമായിട്ടുള്ള ഈ വ്യത്യാസം പലപ്പോഴും അവിടെ രാഷ്ട്രീയ അസ്ഥിരതയ്ക്കിന് മുൻപും കാരണമായിട്ടുണ്ട്. തങ്ങൾക്ക് ഭരണത്തിലും ജോലിയിലും അർഹമായ പരിഗണന കിട്ടുന്നില്ല എന്ന ഷിയ വിഭാഗത്തിന്റെ ദീർഘകാലമായിട്ടുള്ള പരാതി അവിടെ നിലനിൽക്കുന്നുണ്ട്. 2011 അറബ് വസന്തകാലത്ത് വലിയ കലാപങ്ങൾ നടന്നൊരു രാജ്യമാണ് ബഹ്റൈൻ. ബഹ്റൈൻ സർക്കാർ സൗദി അറേബ്യയുടെയും അമേരിക്കയുടെയും അടുത്ത സഖ്യകക്ഷികളാണ്. അതുകൊണ്ട് മാത്രമാണ് ആ സർക്കാർ നിലനിന്ന് പോകുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ആ സുന്നി രാജകുടുംബത്തിന് അവിടെ ഭരിക്കാൻ പറ്റുമായിരുന്നില്ല. സൗദിയുടെ അമേരിക്കയുടെയും പിന്തുണയുള്ളത് കൊണ്ടാണ് പലപ്പോഴും ജനകീയ പ്രതിഷേധങ്ങളോ കലാപങ്ങളോ ഉണ്ടാവുമ്പോൾ സൗദിയോ അമേരിക്കയോ വന്ന് അതിനെ അടിച്ചമർത്തുകയാണ് പതിവ്. പക്ഷെ ഇപ്പോ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുണ്ട് ബഹ്റൈനില്. ഇതേ പ്രശ്നം തന്നെ ഗൾഫിലെ പല രാജ്യങ്ങളിലുമുണ്ട്. ഭൂരിപക്ഷം സുന്നി രാജ്യങ്ങളാണെങ്കിലും എല്ലായിടത്തും ന്യൂനപക്ഷം ഷിയാക്കൾ ഉണ്ട്. മറ്റൊന്ന്, ഇതേ പ്രശ്നം പാകിസ്ഥാനുമുണ്ട്. പാകിസ്ഥാൻ ഭയപ്പെടുന്നതും അതിനെയാണ്. അതായത് ഇറാനെതിരായിട്ട് അമേരിക്കയുടെ ഒപ്പം നിന്ന് എന്തെങ്കിലും ചെയ്താൽ പാകിസ്ഥാന്റെ ഉള്ളിലുള്ള ഷിയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഭരണകൂടത്തിനെതിരെ തിരിയും എന്ന ഭയം പാകിസ്ഥാനെയും ബാധിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ആകെ മൊത്തം പ്രശ്നങ്ങളാണ്. മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല, പാകിസ്ഥാനിലും അതിനോട് ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങളിലുമൊക്കെ. അപ്പൊ ഇറാൻ അമേരിക്ക യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാവാം. അതിപ്പോ എണ്ണ വിലയും പാചകവാതകത്തിന്റെ വിലയും കൂടുക മാത്രമല്ല, വലിയ രീതിയിൽ യുദ്ധം വ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഓരോ രാജ്യങ്ങളിലെയും ഭരണാധികാരികളും ഭരണകൂടങ്ങളും എടുക്കുന്ന തീരുമാനങ്ങൾ ഉൾപ്പെടെ ഈ യുദ്ധത്തിന്റെ ഗതി നിർണ്ണയിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ എന്തായാലും നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് അമേരിക്ക ഒന്ന് വിരണ്ടു നിൽക്കുകയാണ്. ഇറാന് വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇറാൻ തോറ്റു കൊടുക്കുന്ന ഒരു രാജ്യമല്ല. ഇറാന്റെ കയ്യിൽ ശക്തമായ ആയുധങ്ങളുണ്ട്. അത് ഈ പറയുന്ന പോലെ ബാലിസ്റ്റിക് മിസൈലുകളും അതുപോലെ ഡ്രോണുകളുമാണ് ഇറാന്റെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ എന്ന് പറയുന്നത്. ഇത് വലിയ നാശനഷ്ടം ശത്രുവിന് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനം. പ്രത്യേകിച്ച് ഗൾഫ് റീജിയണിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അമേരിക്കൻ കമ്പനികളുടെ ഇൻവെസ്റ്റ്മെന്റ്സ് കൂടി ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇറാന്റെ ആക്രമണം. ഈ വിഷയം എങ്ങനെ പരിഹരിക്കണം, ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിനെ എങ്ങനെ നേരിടണം എന്നതിൽ ഒരു പ്ലാനും അമേരിക്കയ്ക്ക് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം അമേരിക്ക ചെയ്യുന്നതെല്ലാം മണ്ടത്തരങ്ങളാണ്. ഇപ്പോൾ യുദ്ധം എന്ന് പറയുമ്പോൾ അമേരിക്കയ്ക്ക് അവരുടെ അസറ്റ്സ് അല്ലെങ്കിൽ അവരുടെ പാർട്ട്നേഴ്സിനെ സേഫ് ആക്കിക്കൊണ്ട് സെക്യൂർ ആക്കിക്കൊണ്ട് ഒരു യുദ്ധം ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇസ്രായേലും ഇറാനും മാത്രമായിട്ടല്ല ഇവിടെ യുദ്ധം നടക്കുന്നത്. ഇതിലൊന്നും പെടാത്ത ഗൾഫ് രാജ്യങ്ങൾക്ക് കൂടി അതിന്റെ വേദന സഹിക്കേണ്ടി വരികയാണ്. അപ്പൊ അമേരിക്ക അവിടെ ഫെയിൽ ആകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അമേരിക്കയ്ക്ക് അവരുടെ സഖ്യരാജ്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഭാവിയിൽ ഗൾഫ് രാജ്യങ്ങൾ തീർച്ചയായിട്ടും ഒരു പുനർചിന്തയ്ക്ക് അവരെ ഈ സംഭവങ്ങൾ പ്രേരിപ്പിക്കും. അമേരിക്കയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നിലനിൽക്കുന്നതുകൊണ്ട് ഒരു ഗുണവുമില്ല. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണല്ലോ സഹായം വേണ്ടത്. നല്ല രീതിയിൽ പോകുമ്പോൾ നമുക്ക് വേറെ സഹായത്തിന്റെ ആവശ്യമില്ല. ഇപ്പൊ അമേരിക്കയുടെ ഒരു സഹായം ഇപ്പോഴായിരുന്നു ഗൾഫിന് വേണ്ടിയിരുന്നത്. അമേരിക്കയുടെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾക്കോ അവരുടെ സൈനിക ശക്തിക്കോ ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടായ നഷ്ടങ്ങളെ തടയാനോ നികത്താനോ കഴിയുന്നില്ല. ഇപ്പൊ 10 എണ്ണത്തിനെ നമ്മൾ തടഞ്ഞു, 2 എണ്ണമല്ലേ വന്ന് വീണുള്ളൂ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ഒരെണ്ണം പോലും വീഴാതെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയണം. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അമേരിക്കയുടെ സഹായം? എയർ ഡിഫൻസ് സിസ്റ്റംസ് അടക്കമുള്ളത് റഷ്യയിൽ നിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വാങ്ങാം. അമേരിക്കയിൽ നിന്ന് തന്നെ ഈ രാജ്യങ്ങൾ വാങ്ങി വെച്ചത് ഏറ്റവും മികച്ചതാണെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങൾ തീർച്ചയായിട്ടും അവരുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് പുനരാലോചിക്കാൻ ഈ സംഭവങ്ങൾ കാരണമാകും. അമേരിക്കയുടെ ഗൾഫ് റീജിയണിലെ മേധാവിത്വം ഈ യുദ്ധത്തിന് ശേഷം തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടും. അമേരിക്ക തീർച്ചയായിട്ടും വലിയ പ്രതിസന്ധിയിലേക്ക് ഈ യുദ്ധം അമേരിക്ക കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഇവിടെ നേട്ടം ഇസ്രയേലിൻ്റെത് മാത്രമാണ്. അമേരിക്കയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവിടെ ഇസ്രയേൽ സേഫ് ആയിട്ട് നിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ട്രംപിന്റെ പൊങ്ങച്ചവടിയും ട്രംപിന്റെ മണ്ടൻ നയങ്ങളും മനസ്സിലാക്കി ഇസ്രയേൽ തന്ത്രപരമായിട്ട് ഇവിടെ കളിച്ചു എന്നാണ് തോന്നുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.